സിറിയയുടെ നിയന്ത്രണം പൂർണ്ണമായും വിമതരുടെ പിടിയിലായി. വിമതർ തലസ്ഥാനമായ ദമാസ്കസ് കീഴടക്കിയതോടെയാണ് പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജ്യം വിട്ടത്. ദമാസ്കസിലെ വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം അസദിനെയും കൊണ്ട് പറന്നുയർന്നത്. എന്നാൽ പിന്നീട് വിമാനം റഡാറിൽ നിന്ന് പറന്നുയർന്നതായി റിപ്പോർട്ട് വന്നു. പിന്നാലെ വിമാനം തകർന്നെന്നും റിപ്പോർട്ടുകൾ വന്നു. ഒരു ദിവസം മുഴുവൻ അസദിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അസദ് സഞ്ചരിച്ച വിമാനം വെടിവെച്ചിട്ടു എന്നും അതിനിടെ വാർത്തകൾ വന്നു. അസദിനെ കാണാതായി ഒരു ദിവസം പിന്നിടുമ്പോൾ പുതിയ വാർത്ത വരുന്നു. അസദ് മരിച്ചിട്ടില്ല, റഷ്യയിലുണ്ട്. അസദ് മോസ്കോയിലുണ്ടെന്നും റഷ്യ സിറിയൻ നേതാവിന് രാഷ്ട്രീയാഭയം നൽകിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇക്കാര്യം റഷ്യൻ മീഡിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസദും കുടുംബാംഗങ്ങളും റഷ്യൻ തലസ്ഥാനത്ത് എത്തിയതായി TSS ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മാനുഷിക കാരണങ്ങളാൽ റഷ്യ അസദിന് അഭയം നൽകിയെന്നും വാർത്താ ഏജൻസി അധികൃതരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. സിറിയയിലെ പ്രതിപക്ഷ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് അസദിന് റഷ്യ രാഷ്ട്രീയ അഭയം നൽകിയത്. അതിനുശേഷമാണ് അസദ് ഭരണകൂടത്തെ വർഷങ്ങളായി നിലനിർത്തിയ റഷ്യ അസദ് മോസ്കോയിൽ എത്തിയ വിവരം പുറത്തുവിട്ടത്. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളും നയതന്ത്ര സ്ഥാപനങ്ങളും ആക്രമിക്കില്ലെന്ന ഉറപ്പ് വിമതരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 24 വർഷം നീണ്ട ബഷർ അൽ അസദ് ഭരണത്തിനാണ് തിരശ്ശീല വീണത്. രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് സഞ്ചരിച്ച വിമാനം റഡാർ കാഴ്ചയിൽ നിന്ന് മറഞ്ഞതായും പിന്നാലെ വിമാനം തകർന്നു വീണതായും റിപ്പോർട്ടുകൾ വന്നു. അസദ് സഞ്ചരിച്ച വിമാനം വെടിവെച്ചിട്ടെന്നും റിപ്പോർട്ടുകൾ വന്നു. പെട്ടെന്ന് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതും ആൾട്ടിറ്റ്യൂഡിൽ പെട്ടെന്ന് മാറ്റമുണ്ടായെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. 3650 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുകയായിരുന്ന വിമാനം പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ 1070 ആൾട്ടിറ്റ്യൂഡിലേക്ക് പതിച്ചു. ലെബനൻ പ്രദേശമായ അക്കാറിന് വടക്ക് ലെബനന്റെ വ്യോമമേഖലയ്ക്ക് പുറത്തുവച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. വിമതർ സിറിയയിലെ പ്രദേശങ്ങൾ ഓരോന്നായി കീഴടക്കിയതോടെയാണ് അസദ് രാജ്യം വിട്ടത്. ദമാസ്കസിൽ നിന്ന് വിമാനമാർഗമാണ് അസദ് അജ്ഞാത സ്ഥലത്തേക്ക് പോയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യ വിമാനത്തിലായിരുന്നു യാത്ര. സിറിയയിൽ 24 വർഷമായി ബഷർ അൽ അസദാണ് ഭരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 50 വർഷമായി അസദ് കുടുംബമാണ് സിറിയയിൽ ഭരണം കൈയാളുന്നത്. സിറിയ അസദിൽ നിന്ന് സ്വതന്ത്രമായതായി വിമത സൈന്യം പ്രഖ്യാപിച്ചു. ഒരു സ്വതന്ത്ര സിറിയ കാത്തിരുന്നുവെന്ന് വിമതരുടെ സൈനിക നേതാവ് ഹസൻ അബ്ദുൽ ഗനി പറഞ്ഞു. ഇരുണ്ട യുഗം അവസാനിപ്പിച്ച് സിറിയയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്നും ഗനി വ്യക്തമാക്കി. വിമതരുമായി സഹകരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി വ്യക്തമാക്കി. വീഡിയോ സന്ദേശത്തിലൂടെ താൻ വീട്ടിൽ തന്നെ തുടരുകയാണെന്ന് വ്യക്തമാക്കിയ ജലാലി പൊതുസ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ആരും പൊതുസ്ഥാപനങ്ങൾ കയ്യേറരുതെന്നും പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്നും വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രിയോടെ തന്നെ വിമതർ തലസ്ഥാനമായ ദമാസ്കസിൽ എത്തിയിരുന്നു. തുടർന്ന് വിമതർ ദമാസ്കസ് വിമാനത്താവളം പിടിച്ചെടുത്തു. ശനിയാഴ്ച ദേശീയ ടെലിവിഷൻ ചാനലിന്റെയും റേഡിയോയുടെയും നിയന്ത്രണവും വിമതർ പിടിച്ചെടുത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.